എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് മണാലി വരെ ഒന്ന് പോയിട്ട് വന്നാലോ? കുളു മണാലി, ഈ ഒരു സ്ഥലപ്പേര് കേൾക്കാത്തവരായിട്ടുണ്ടായിരിക്കുമോ? എങ്കിലും ഭൂരിഭാഗം ആൾക്കാരും ഇവിടെ വന്ന് ഇവിടുത്തെ ഈ പ്രകൃതി ഭംഗിയും മഞ്ഞുവീഴ്ചയും ഹിമാലയൻ മലനിരകളും ഒക്കെ ഒന്ന് കണ്ടാസ്വദിക്കണം, എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. അതിലൊരാളാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു ട്രിപ്പായിരുന്നു. അങ്ങനെ എനിക്കും അവിടെ പോകാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. കൂടാതെ ഈ ട്രിപ്പിന് എന്തൊക്കെ തയ്യാറെടുപ്പുകളായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസുമാണ് പറയുന്നത്. ബാക്കി വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും, കാത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ള് കാണാം. ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു മഞ്ഞ് കാണാൻ പറ്റണേ എന്നുള്ളത്. ഞങ്ങൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ തുടങ്ങിയ സ്നോഫോളാണ്. അതുകൊണ്ട് ഫുൾ ടൈം സ്നോയിലൂടെയായിരുന്നു. അത് വല്ലാത്തൊരു അനുഭവമാണ്, പറയാൻ അറിയില്ല. ബട്ട് അത് അനുഭവിക്കണം. എങ്കിലും അത് കണ്ടാലും നിങ്ങൾക്കും ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറച്ചൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ കുളു മണാലി ഇവിടേക്ക് എത്തിപ്പെടണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് പറ്റില്ല. അതായത് ഡൽഹി വരെ ഒന്നെങ്കിൽ ഫ്ലൈറ്റ് അല്ലെങ്കിൽ ട്രെയിൻ എടുക്കണം. പിന്നെ അവിടെ നിന്ന് ബസ്, അവിടെ നിന്ന് ഒരുപാട് ബസ്സുണ്ട്. അപ്പോൾ നമുക്ക് ഓൺലൈനിലും ബസ് ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പാക്കേജായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരുപാട് പേരുണ്ട്. ഒന്നെങ്കിൽ അങ്ങനെ എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ ഈവനിങ്ങിൽ ബസ് കയറുവാണെങ്കിൽ മണാലിയിൽ രാവിലെ ആകുമ്പോഴേക്കും എത്തും. ഒരു 12 മണിക്കൂർ ജേണിയാണുള്ളത്. അതിൻ്റെ ഇടയ്ക്ക് രാത്രിയിൽ നമുക്ക് ഫുഡ് കഴിക്കാനൊരു ബ്രേക്ക് കിട്ടും. എങ്കിലും ആവശ്യത്തിന് ഭക്ഷണമോ സ്നാക്സൊക്കെ നമ്മൾ കയ്യിൽ കരുതുന്നതാണ് എപ്പോഴും നല്ലത്. എപ്പോഴും ബ്രേക്ക് കാണില്ല. ചിലപ്പോൾ അതൊന്ന് മിസ്സായാൽ പിന്നെ ഇടയ്ക്കൊന്നും നിർത്തില്ല ബസ്. അങ്ങനെയാണ്. പിന്നീട് നമ്മൾ മണാലി ടൗണായ മോൾ റോഡ് അവിടെയാണ് നമ്മൾ ഇറങ്ങേണ്ടുന്നത്. അതിനുശേഷം ഹോട്ടൽ ചെക്ക് ഇൻ ചെയ്യാം. അപ്പം നമുക്ക് അക്കോമഡേഷനും എല്ലാം ഓൺലൈൻ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ ഏത് ടൈമിൽ വരണം എങ്കിലാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യുക എന്നാണെങ്കിൽ അത് നമ്മുടെ ഒരു താല്പര്യം പോലെ ഇരിക്കും. ഇപ്പോൾ മഞ്ഞ് എക്സ്പീരിയൻസ് ചെയ്യണം, അവിടെ ചിലവഴിക്കണം എന്നാണെങ്കിൽ ഏറ്റവും നല്ല സമയം ഡിസംബർ ടു ഫെബ്രുവരി ഉള്ള സമയമാണ്. പിന്നെ സമ്മർ ഉള്ളത് മാർച്ച് ടു ജൂൺ ആണ്. ആ സമയത്ത് നമുക്ക് നേച്ചർ പ്രകൃതിയൊക്കെ നല്ല ഭംഗിയായി നല്ലോണം ആസ്വദിക്കാം. യാത്രകൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഈ മഞ്ഞ് പെയ്ത്തുള്ള സമയത്തെന്ന് പറയുമ്പോൾ പലതും നമുക്ക് ബ്ലോക്കായി പോകും. ഇങ്ങനെ മഞ്ഞ് വീഴ്ച വരുന്നത് കൊണ്ട് ചില റോഡുകളും ചിലയിടത്തേക്കുള്ള വഴികളൊക്കെ അടഞ്ഞു പോകും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ളൂ. ബട്ട് രണ്ട് എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. നിങ്ങൾക്ക് കാണാം, നമ്മൾ ആദ്യം കണ്ട പോലെയല്ല. ഇപ്പോൾ മഞ്ഞ് പെയ്യുന്നത് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ കുറച്ച് ആൾക്കാർ മഞ്ഞത്ത് കളിക്കുന്നതൊക്കെ കാണാം. നമ്മളപ്പോൾ പോകുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഹഡിംബ ടെമ്പിളിലേക്കാണ്. ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെയുള്ള ഒരു ടെമ്പിളാണിത്. ഇവിടെ മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഹഡിംബ ടെമ്പിളിലെ ഒരു വ്യൂവും ഒരു എക്സ്പീരിയൻസും അതൊക്കെ നമ്മളെന്തായാലും മിസ്സാക്കരുത് എന്നാണ് ഇവിടെ പോയിട്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പൈൻ മരങ്ങളും ദേവദാരുക്കളും ഒക്കെ ഉള്ള ഒരു അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകാൻ ഒരു വഴിയുണ്ട്. അപ്പോൾ കുറച്ച് അധികം നമ്മൾ നടന്നു പോകണം. ഇച്ചിരി തെന്നലൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ സൈഡ് റെയിൽസൊക്കെ ഉണ്ട്. നമുക്കതിലൊക്കെ പിടിച്ച് ശ്രദ്ധിച്ചൊക്കെയാണ് എല്ലാവരും കയറിപ്പോകുന്നവരുണ്ട്, ഇറങ്ങി വരുന്നവരുണ്ട്. ഇവിടെ ഇങ്ങനെ മഞ്ഞ് പെയ്ത്ത് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോഴും ഞാനൊരു കാര്യം ഓർത്ത്, ഇത് പറയാതെ പോയാൽ ശരിയാവില്ല. അത് നമ്മുടെ ക്ലോത്തിങ് സ്റ്റൈൽ, നമ്മളെങ്ങനെ ഡ്രസ്സ് ചെയ്ത് പോകണം ഈ ഒരു സമയത്ത്. ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളും അതിൻ്റെ എങ്ങനെയാണ്, എന്ത് ഓർഡറാണ് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഈ ഐറ്റംസ് എല്ലാം നമുക്ക് റെൻ്റായിട്ട് അവിടെ വാങ്ങിക്കാം. എല്ലാം കിട്ടും. ബൂട്ട്സും ഗ്ലൗസ് ജാക്കറ്റ് എല്ലാം കിട്ടും. പക്ഷേ ഇപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങുന്നതേ തണുപ്പിലേക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിനുള്ളതെങ്കിലും കരുതുക. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ, എല്ലായിടം വെളുത്തിരിക്കുന്നു. നല്ല കട്ടിക്ക് മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് കാണാം. ഭയങ്കര ഒരു വ്യൂ ആണ്. ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ തന്നെ മഞ്ഞത്ത് കളിക്കാൻ പറ്റി. നമ്മുടെ ഉള്ളിലുള്ള ഒരു കൊച്ചു കുഞ്ഞ് പുറത്ത് വരും. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷവും എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. ഇനി മുന്നോട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും എന്നുള്ള ഒരു എന്താ പറയുന്നത്, ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഹഡിംബ ടെമ്പിളിൽ നമ്മളെ കാത്തിരിക്കുന്നത് എന്നാന്ന് ഒന്ന് നോക്കിയിട്ട് വന്നാലോ? എന്നാ ഒരു വ്യൂ ആണെന്ന് നോക്കിയേ. ആ ഒരു സ്ഥലം മുഴുവൻ മഞ്ഞും കൊണ്ട് മൂടി കിടക്കുക. ഭയങ്കര തിരക്കാണ്, ഒരുപാട് ആൾക്കാരും ഉണ്ട് അവിടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഹഡിംബ ടെമ്പിളിൻ്റെ കഥയും അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
അപ്പോൾ അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.